ഹായ് ഫ്രണ്ട്സ്, എനിക്കിന്ന് കുറച്ച് ലെവലോലിക്ക കിട്ടിയിട്ടുണ്ട്. ഇതിന് ലെവലോലിക്ക എന്ന് ഉണ്ട നെല്ലിക്ക, ചുവന്ന നെല്ലിക്ക പല പേരുകളിലും അറിയപ്പെടും. ഇതിന് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു നെല്ലിക്കയാണ്. ഇത് ആർക്കും അത്ര അറിയത്തില്ല. ബിപിക്കും ഷുഗറിനും ഒക്കെ ഏറ്റവും പറ്റിയ ഒരു മരുന്ന് തന്നെയാണ് ഈ ലെവലോലിക്ക എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട്. ഞാനിതും ഒന്ന് ഇതിൽ ഇടുവാണ്. ഇതെങ്ങനെ അച്ചാർ ഉണ്ടാക്കാം എന്നുള്ള രീതിയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കി വെച്ചിരുന്നാൽ മതി. കടുക് പൊട്ടുമ്പോൾ ഞാൻ 2 വറ്റൽമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് മുളക് പൊടി നമ്മൾ ഈ എണ്ണയിലോട്ടൊന്ന് ഇടുവാണേ. അതിൻ്റെ കൂടെ തന്നെ ഈ ഉപ്പ്, അല്പം കായപ്പൊടി, ഇത്രയും ചേർത്ത് ഞാനൊന്ന് ഇളക്കട്ടെ. ഈ സമയം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കണേ. മുളക് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കഴുകി വെച്ചിരുന്ന ലെവലോലിക്ക എന്നെടുത്ത് ഇതിലോട്ടൊന്ന് ഇടുവാണ് ചെയ്യുന്നത്. അവിക്കുകയോ ഒന്നും വേണ്ട, പച്ച ലെവലോലിക്ക തന്നെ അങ്ങ് ഇട്ടാൽ മതി. എണ്ണ കൂടുതലുള്ളത് കൊണ്ടാണ് നല്ല ഒന്ന് കുഴഞ്ഞിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് കിടക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് 2 മിനിറ്റ് കിടക്കട്ടെ. എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചതച്ച മുളകുണ്ടെങ്കിൽ ഒരല്പം അതിൻ്റെ കൂടെ അങ്ങ് തട്ടുക. ഓക്കെ, ഇത് അടിപൊളി അച്ചാർ, ലെവലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ബോളിലേക്ക് പകരാം. ഇതാ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 1 മാസത്തോളം നമുക്ക് ഇത് ഉപയോഗിക്കാം. ചീത്തയാവുകയൊന്നുമില്ല. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ബൈ.